പാർട്ടി പറഞ്ഞാൽ നേമത്ത് വീണ്ടും മത്സരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി 3 തവണ നേമത്ത് നിന്നും ജനവിധി തേടി. ഇനി മത്സരിക്കണോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. നേമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. ജയിച്ചപ്പോൾ പിന്നെ 1 പ്രാവശ്യം ഓ രാജഗോപാലാണ് പരാജയപ്പെടുത്തിയത്, പിന്നെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി, പിന്നെ നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം നേമത്താരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ ഞങ്ങൾ ഇതിനടുത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. പാർട്ടി എടുക്കുന്ന തീരുമാനം അത് ഇത്രയും നാൾ 40 വർഷക്കാലമായി പാർട്ടി എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് എൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത്. ഓക്കെ, വിവരങ്ങളുമായിട്ട് നമ്മുടെ ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഈ കോൺഗ്രസിന്റെ ഒക്കെ പ്രതികരണം വന്നിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പരാജയം മുന്നിൽ കണ്ട് പരാജയ ഭീതി കൊണ്ട് ശിവൻകുട്ടി നേമത്തിൽ നിന്നും പിന്മാറുന്നു എന്ന തരത്തിൽ കോൺഗ്രസിന്റെ ഒക്കെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പാർട്ടി പറഞ്ഞാൽ നേമത്ത് വീണ്ടും മത്സരിക്കാൻ തയ്യാറാണെന്ന മന്ത്രിയുടെ പ്രതികരണം. ഷേതു, അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രതികരണത്തിലാണ് ഇത്തരത്തിൽ പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. നേരത്തെ പലതവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും CPM-ന്റെ ജനപ്രതിനിധിയായിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ടൈം വ്യവസ്ഥകൾ അടക്കം നിലനിൽക്കുന്നുണ്ട്. നിശ്ചിതമായ ടൈം വ്യവസ്ഥകൾ 3 തവണ മത്സരിച്ചവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി നേരത്തെ തീരുമാനമെടുത്തതാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടത്തിയ പ്രതികരണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേമത്ത് താൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് ആ സംഘടനാടിസ്ഥാനത്തിലുള്ള ചില നീക്കുപോക്കുകളുടെ ചില അടിസ്ഥാനത്തിലും മറ്റുമാണ്. പക്ഷേ അല്പസമയങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രതികരണം തെറ്റിദ്ധാരണക്കിടയാക്കിയെന്ന് മനസ്സിലാക്കിയതോടുകൂടി മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും മാധ്യമങ്ങളെ കാണും. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ വ്യക്തതയോടുകൂടി മറുപടി പറയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഈ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം ഈ കാര്യത്തിലുള്ള തുടർ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കുകയും പറയുകയും ചെയ്യേണ്ടത് എന്നാണ് കരുതുന്നത്. സേതു, ഈ സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന രീതി സാധാരണ CPIM-ന് ഇല്ല. പക്ഷേ ഇപ്പോൾ ഈ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണയും നേമത്ത് വൻപൻ മത്സരം നടക്കുമെന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ഉറപ്പല്ലേ ലെവിൻ? കാരണം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇറങ്ങുന്നു. അവിടെ അദ്ദേഹത്തെ ഡയറക്റ്റ് ഫൈറ്റിന് വേണ്ടി ഈ വി ശിവൻകുട്ടിയും സിറ്റിംഗ് MLA ഇറങ്ങുന്നു. തീർച്ചയായും സേതു, തൃശ്ശൂരിൽ വെച്ച് തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരനും BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും നേമത്ത് താൻ ഇത്തവണ മത്സരിക്കുമെന്നുള്ള കാര്യം ആദ്യമായി വ്യക്തമാക്കുന്നത്. അതിനുശേഷം ശിവൻകുട്ടിയും കൂടി തിരികെ തൃശ്ശൂരിൽ മറ്റൊരു ദിവസം ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നതോടുകൂടി നേമത്തെ ചിത്രം ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് മാത്രമാണ് ഒരു സംശയത്തിന് ഇടയാക്കത്തക്ക വിധം ഒരു കാര്യങ്ങൾ നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷനിലടക്കം നേടിയ വലിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ത്രികോണ മത്സരത്തിന് അവിടെ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാം. നേരത്തെ തന്നെ വലിയ ത്രികോണ മത്സരം അവിടെ നടക്കുമെന്നുള്ള നിലയിൽ കാര്യങ്ങൾ വന്നതുമാണ്. CPM-നെ സംബന്ധിച്ചുകൊണ്ട് LDF-നെ സംബന്ധിച്ചുകൊണ്ട് 3ാം ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഏത് മണ്ഡലവും എത്ര ശക്തമായ മത്സരം നടത്തിയും തിരികെ പിടിക്കുക എന്നുള്ളതാണ്. ശരി, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ 2016-ലാണ് BJP നേമത്ത് BJP 2016-ൽ തുടങ്ങിയ അക്കൗണ്ട് തിരിച്ചു പിടിക്കുകയായിരുന്നു വി ശിവൻകുട്ടി. പിന്നാലെ ഈ കുമ്മനം രാജശേഖരൻ അദ്ദേഹം 3000 പരം വോട്ടുകൾക്കൊക്കെ പരാജയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും നേമത്ത് അടുത്ത തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ഇറങ്ങുമെന്ന പാർട്ടി പറഞ്ഞാൽ ഇറങ്ങുമെന്നൊരു പ്രഖ്യാപനമാണ് തൃശ്ശൂർ വെച്ച് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ ഒരു വമ്പൻ ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് നേമം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.